രണ്ട് തരത്തിലുള്ള പ്രതിഭാസം പ്രധാനമായിട്ടും നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തത്, പുറത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വിഭാഗത്തിലെ പെട്ടവര് സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, വീട്ടിലെ സാഹചര്യങ്ങളൊന്നും നോക്കിയല്ല, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സമയം കിട്ടുന്നില്ല, പലതരത്തിലുള്ള എക്സ്ക്യൂസസ് ഉണ്ടാവും. ജെനുവിൻ ആണ്, ആരും എക്സ്ക്യൂസസിന് യാതൊരു കുറ്റവും പറയുന്നില്ല, ജെനുവിൻ ആണ്. അവർക്ക് പുറത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ അകത്ത് ഇമോഷൻസ് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, ആഗ്രഹങ്ങളായിക്കോട്ടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ വിഭാഗം ആൾക്കാരുണ്ട്. ഇത് അധികമൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടുകിട്ടാനില്ല, പക്ഷെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അകത്ത് ആഗ്രഹത്തിന്റെ സമ്മർദ്ദം മൂലം പുറത്തെ സാഹചര്യങ്ങൾ അവർക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതിനുള്ള സ്ട്രോങ് കൺവിൻസിങ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എനർജി പവർ, ലീഡർഷിപ്പ് സ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തെ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി പറ്റും. ഇവിടെ വിജയിച്ചിട്ടുള്ള ആൾക്കാരും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ റെഡി ആയിട്ട് ഉണ്ടാക്കിയവരൊന്നല്ല, അവരെങ്ങനെയെങ്കിലായിട്ട് അതിന് റെഡിയാക്കി എടുത്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാം നമ്മുടെ മനുഷ്യർ ഒന്നുകിൽ അകത്തെ ഇൻഫ്ലുവൻസിങ്ങിലൂടെ പോകുന്നവരാണ്, അല്ലെങ്കിൽ പുറത്തെ ഇൻഫ്ലുവൻസിലൂടെ പോകുന്നവരാണ്. നിങ്ങളുടെ അകത്തെ സ്വപ്നമാണോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പുറത്തെ സാഹചര്യമാണോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന വിജയവും പരാജയവും.